എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: യഥാധേനു സഹസ്രേഷു വത്സോ വിന്ദതി മാതരം തഥാ പുരാകൃതം കർമ്മ കർത്താരമനുഗച്ഛതി. പറയുന്നത്, ആയിരക്കണക്കിന് പശുക്കളുടെ കൂട്ടത്തിൽ നിന്നും പശുക്കുട്ടി തൻ്റെ അമ്മയെ തിരിച്ചറിയുന്നത് പോലെ, കണ്ടുപിടിക്കുന്നത് പോലെ മുൻപ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി, ആ കർമ്മഫല അനുഭവിക്കാൻ വേണ്ടി നമ്മളെ കാലം പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ശ്ലോകം പറയുന്നത്. അതെ, ഇത് കർമ്മം ചെയ്ത കർമ്മത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണ്. ഐസക് ന്യൂട്ടൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു, For every action there is equal and opposite reaction. നമ്മൾ അന്ന് തൊട്ടത് പഠിക്കാൻ തുടങ്ങി. എന്നാൽ അതിനും എത്രയോ കാലം മുൻപ് നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചു, കർമ്മം ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക തന്നെ വരും എന്ന്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് രാമായണത്തിലും വാൽമീകി മഹർഷി പറഞ്ഞു വെച്ചു. അതെ, കർമ്മം എന്ന് വെച്ചാൽ കർമ്മം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. ഒരു പ്രവൃത്തി, എൻ്റെ പേരാണ് കർമ്മം. സാധാരണ നമ്മൾ കർമ്മം എന്നൊക്കെ വേറെ ഒരെന്നൊക്കെ പറയുന്നതാണ്. അതല്ല, കർമ്മം എന്ന് പറഞ്ഞ ചെയ്യുന്ന പ്രവൃത്തി. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നോ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വരും എന്ന് പറയുകയാണ്. നന്മ പ്രവൃത്തി ചെയ്ത നന്മയുടെ ഫലം വരും, മോശം പ്രവൃത്തി ചെയ്ത മോശം ഫലം വരും, അത് നിശ്ചയം. ഇതിന് ഒരു കാലമാണ് നിശ്ചയിക്കുന്നത്. അതായത് കർമ്മചക്രം, കാലചക്രം, രണ്ട് ചക്രത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മചക്രം എന്ന് പറയുന്നത് ഒരു പുള്ളി വെച്ച ആ പുള്ളിയിൽ തുടങ്ങി ഒരു വട്ടം ചുറ്റി അതേ കേന്ദ്രബിന്ദുവിലേക്ക് വരുമ്പോഴാണ് ഒരു ചക്രം പൂർത്തിയാകുക. ഒരു കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചക്രം പൂർത്തിയായി തിരിച്ച് അതേ സ്ഥലത്ത് വരും. ആ കർമ്മ പൂർത്തീകരണം, അതിൻ്റെ പേരാണ് കർമ്മഫലം. കർമ്മം ചെയ്ത കർമ്മഫലം കൂടെ ആകുമ്പോഴേ പൂർത്തിയാകുന്നുള്ളൂ, അവിടെ എത്തുള്ളൂ. ഇത് ആരാ കൊണ്ട് എത്തിക്കുന്നത്? കാലചക്രം. കാലമാണ് കർമ്മത്തിന്റെ ഫലം നിശ്ചയിക്കുന്നത്. അത് ചില കർമ്മങ്ങളുടെ ഫലം ഉടനെ കിട്ടിയെന്നിരിക്കും. ചിലതിന് കാലങ്ങൾ ആകും, ചിലപ്പോൾ ജന്മങ്ങൾ തന്നെ ആകും. എന്നാലും എത്ര ആണെങ്കിലും ചെയ്തിട്ടുണ്ടോ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുളക് തൈ കുഴിച്ചിട്ടാൽ അതിന് വേഗം ഫലം കിട്ടും, മുളക് വരും. എന്നാൽ ഒരു തെങ്ങിൻ്റെ തൈ കുഴിച്ചിട്ടാലോ അതിന് കാലം കുറേ എടുക്കും. കാലം കുറേ കഴിഞ്ഞിട്ടാണ് അതിൽ കായ് ഉണ്ടാവുക. അപ്പോൾ ഫലം കിട്ടാൻ നമുക്ക് കാലാവധി ഉണ്ട്. എല്ലാ കർമ്മങ്ങൾക്കും, എല്ലാ പ്രവൃത്തികൾക്കും ഒരുപോലെ അല്ല ഫലം കിട്ടുക, ഒരേ നേരത്തിലല്ല കിട്ടുക. ഓരോ കർമ്മങ്ങളുടെ ഇതനുസരിച്ച്, ഓരോ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഫലം. ചിലതിന് നമ്മൾ പറയില്ലേ, കൈയോടെ തന്നെ കിട്ടും, ചിലതിന് ഫലം കിട്ടും, ചിലതിന് ഇങ്ങനെ കാത്തിരിക്കണം എന്ന് പറയുകയാണ് ഈ കർമ്മഫലത്തെക്കുറിച്ച് പറയുമ്പോൾ. അത് കുറേ ഉദാഹരണങ്ങൾ ശരിക്കും ഭാഗവതത്തിലൊക്കെ ഈ കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ, അതിനുള്ള ഫലങ്ങളൊക്കെ പറയും. പക്ഷേ ഈ സുഭാഷിതമായതുകൊണ്ട് നമുക്കത് പറയാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ആ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഇതാണ് അതുകൊണ്ട് എന്താ പറഞ്ഞു വരുന്നത്? ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നന്നായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക. ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം, മറ്റുള്ളവരല്ല, നമ്മൾ തന്നെ അനുഭവിച്ചേ മതിയാവൂ എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിക്കും. രണ്ട് വട്ടം ചിന്തിച്ച് നമ്മൾ ചെയ്യും. എന്ന് വെച്ചാൽ ഇത് പകർത്തെടുക്കാനാരില്ല. നമ്മുടെ വേദന നമ്മൾ തന്നെ അനുഭവിക്കണം, നമുക്ക് വരുന്ന എന്ത് കഷ്ടം നമ്മൾ തന്നെ അനുഭവിക്കണം, പങ്കിട്ടെടുക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. അവരവർ തന്നെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻഫലം താൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കർമ്മത്തിൽ ശ്രദ്ധിച്ചിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കർമ്മം ചെയ്ത കർമ്മഫലം നിശ്ചയം. അതുകൊണ്ട്
കർമ്മസാക്ഷികളുണ്ട്, അതൊന്നും ഇല്ലാന്ന് പറയണ്ട. കർമ്മസാക്ഷികളുണ്ട്. ഇതൊക്കെ നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കർമ്മസാക്ഷി ഏതാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, അതിൻ്റെ ഫലം എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഇതാണ് കർമ്മചക്രവും കാലചക്രത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അതിനനുസരിച്ചായിരിക്കും ഫലം വരുന്നതെന്ന്, കർമ്മത്തിനനുസരിച്ചാണ് ഫലം വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ശ്രദ്ധിച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.